ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സോണിയാഗാന്ധിയുടെ പേര് വലിച്ചിഴക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിഴവുകൊണ്ടാണെന്ന നിരീക്ഷണവുമായി രാഹുൽ ഗാന്ധി. തമ്മിൽ തല്ലും അധികാരത്തിന് വേണ്ടിയുള്ള പിടിവലിയും പുതുകാൽ വെട്ടലും മാത്രം പരിചയമുള്ള കോൺഗ്രസുകാർക്ക് രാഹുലിന്റെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കളിച്ച് മുറത്തിൽ കയറിയെന്നത് പോലെ പിണറായിയെ രാജിവെപ്പിക്കാനും ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാനും ശബരിമല വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസുകാർ ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് മുറിവ് പറ്റിയത് സോണിയയ്ക്ക് ഉൾപ്പെടെ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് കൂടി ആയിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ലജ്ജാകരമായ അധ്യായങ്ങളിൽ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കടത്ത്. ആത്മീയതയും വിശ്വാസവും മാത്രം മുൻനിർത്തി കോടിക്കണക്കിന് ഭക്തർ ആശ്രയിക്കുന്ന ശബരിമലയെ അന്താരാഷ്ട്ര സ്വർണ്ണക്കടത്തിന്റെ ചതുപ്പിലേക്ക് വലിച്ചിഴച്ചത് കേരളത്തിന് ഒരിക്കലും മറക്കാനാകാത്ത കളങ്കമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ പേര് ഉയർന്നു വന്നതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം കോൺഗ്രസ് പാർട്ടിയുടെ ആന്തരിക പരാജയങ്ങൾ തുറന്നു കാണിക്കുന്നതാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വന്തം അധികാര ലോഭവും ആഭ്യന്തര കലഹങ്ങളും മറയ്ക്കാൻ കഴിയാതെ പാർട്ടിയെ മുഴുവൻ ഒരു സംശയത്തിന്റെ നിഴലിലാക്കി എന്ന് വേണം പറയാൻ. ഒരു ദേശീയ നേതാവിന്റെ പേര് ഇത്തരമൊരു ഗുരുതര കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കപ്പെടാൻ കാരണമായത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അശ്രദ്ധയും രാഷ്ട്രീയ ഉത്തരവാദിത്വക്കേടുമാണ്. ജനങ്ങളെ നയിക്കേണ്ടവർ സ്വയം നയമില്ലാതെ അലയുമ്പോൾ പാർട്ടി തകർന്നടിയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കേരള കോൺഗ്രസ് കാണുന്നത്. വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു പാർട്ടി സ്വന്തം തെറ്റുകൾ സമ്മതിക്കാൻ പോലും ധൈര്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ സത്യത്തിൽ കേരള കോൺഗ്രസിന് നേരെയുള്ള ഒരു തുറന്ന കുറ്റസമ്മതമായി മാറും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ തിരഞ്ഞെടുപ്പിൽ CPM-നെതിരെ ശക്തമായ വിമർശനമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കേരളത്തിലെ കോൺഗ്രസ് നടത്തിയത്. പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ എന്ന പാട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ പ്രചരണം കൊഴുപ്പിച്ചത്. ഇതോടെയാണ് പിണറായി വിജയനും CPM-ഉം ഈ കേസിൽ തിരിച്ച് കോൺഗ്രസിനെ പിടികൂടാൻ പറ്റുന്ന തെളിവുകൾക്കായി പ്രതികാര ബുദ്ധിയോടെ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിനൊടുവിലാണ് കേസിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന 2 ചിത്രങ്ങൾ CPM-ന് കിട്ടിയത്. ഒന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണ്. കൂടെ ആന്റണി MP-യും ഉണ്ട്. മറ്റൊന്നിൽ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും നിൽക്കുന്ന ചിത്രത്തിൽ അടൂർ പ്രകാശ് MP-യെയും കാണാം. കോൺഗ്രസ് ഭരണകാലത്ത് അതീവ സുരക്ഷാ കാറ്റഗറിയിൽ താമസിക്കുന്ന സോണിയയുടെ അരികിലേക്ക് പല പ്രാവശ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയത് വലിയ വിവാദമാക്കുകയാണ് ഇതോടെ CPM. കേരള നിയമസഭയിലും CPM നേതാക്കൾ സോണിയാഗാന്ധിക്ക് നേരെ വലിയ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇത് സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വേദനിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിൽ ഇതുവരെ പോകാത്ത നേതാവാണ് സോണിയാഗാന്ധി. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലേക്ക് അമ്മയുടെ പേര് വലിച്ചിഴക്കപ്പെട്ടത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണമാണെന്ന് രാഹുൽ ഗാന്ധി ശക്തമായി വിമർശിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ സോണിയാഗാന്ധിക്കും കടുത്ത അതൃപ്തിയുണ്ട്. അതേസമയം എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എളുപ്പത്തിൽ സുരക്ഷാ വലയം ഭേദിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പല തവണ കയറി എന്ന ചോദ്യം പിന്നെയും ബാക്കിയാവുകയാണ്. ഇറ്റലിയിലെ ചില പട്ടണങ്ങൾക്ക് പുരാവസ്തു കൊള്ളയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ചില ആരോപണങ്ങളും ഇതിനിടെ ഉയർന്നിരുന്നു. സോണിയയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ത് എന്നത് സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉത്തരം നൽകാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നതും ഇതേസമയം ശ്രദ്ധേയമാണ്. ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെയും രാഷ്ട്രീയ നൈതികതയെ പൂർണ്ണമായി ചോദ്യം ചെയ്യുന്നതാണ്. ഒരു ദേശീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം ആരോപണങ്ങൾ ചെറിയ രാഷ്ട്രീയ പിഴവുകളല്ല, മറിച്ച് ആഴത്തിലുള്ള ഭരണപരാജയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സ്വന്തം അജ്ഞതയും അഴിമതിയും മറയ്ക്കാൻ കഴിയാതെ പാർട്ടിയുടെ ചരിത്രത്തെയും വിശ്വാസ്യതയെയും പോലും തകർക്കുകയാണ്. സോണിയാഗാന്ധിയുടെ പേര് ഈ കേസിൽ പരാമർശിക്കപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത കേരള കോൺഗ്രസ് രാഷ്ട്രീയ ധാർമ്മികതയെ പരിഹസിക്കുന്ന നിലപാടിലാണ് എന്ന് പറയേണ്ടി വരും. അധികാരത്തിനായി എന്തും ചെയ്യാമെന്ന മനോഭാവമാണ് കോൺഗ്രസിനെ ഈ നിലയിലേക്ക് എത്തിച്ചത്. ഇന്ന് കേരള ജനത തിരിച്ചറിയണം, പ്രശ്നം വ്യക്തികളല്ല, മറിച്ചൊരു രാഷ്ട്രീയ സംസ്കാരമാണ്. ജനങ്ങളെ വഞ്ചിക്കുന്ന, വിശ്വാസങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന, സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ദേശീയ നേതാക്കളെയും കൂടെ നിൽക്കുന്നവരെയും പോലും ബലിയാടാക്കുന്ന പാർട്ടികളുടെ കാലമായി കേരളം മാറിയിരിക്കുന്നു. ഇത്തരം പാർട്ടികൾക്ക് കേരളത്തെ നയിക്കാൻ യാതൊരു നൈതിക അവകാശവുമില്ല. പക്ഷേ വിധി പറയേണ്ടത് തിരഞ്ഞെടുപ്പിൽ പൊതുജനമാണ്.